എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനമായിട്ട് ദേവനാമത്തിലെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളതാണ്. ഈ പുതിയ മാസത്തിലെ നിങ്ങളെ വീണ്ടുമായിട്ട് ഒരിക്കൽ കൂടി നോക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസത്തിലെ ദൈവം നമ്മളോട് കൂടിയിട്ട് സംസാരിക്കുന്നത് ദൈവഗീതത്തെ നാം നിറവേറ്റാമോ. ദൈവഗീതത്തെക്കുറിച്ച് വേദപുസ്തകത്തിലെ നാം നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ സ്വർഗസ്ഥനായ പ്രാർത്ഥന നാം അനേക സമയം ഏറെടുക്കാം. ലാർഡ്സ് പ്രേയർ. ആ ലാർഡ്സ് പ്രേയറിലെ നോക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ಇನ್ನೊരു വാക്കായിട്ട് ദൈവത്തിൻ്റെ ഗീതം. ഈ ദൈവത്തിൻ്റെ ഗീതത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാന ഗീതം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ഗീതം എന്നാണ് എന്ന് നാം നോക്കുമ്പോൾ സ്വർഗീയ കുടുംബത്തെയും ലോകത്തിൻ്റെ കുടുംബത്തെയും ദൈവം ഒന്നായിട്ട് ചേർക്കണമെന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഗീതം. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ച സമയത്തിലെ മനുഷ്യനെ ദൈവം അവരുടെ സ്വന്തം സായലിലും സ്വന്തം രൂപത്തെ കൊണ്ടും മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ലോകത്തിലെ കാണുന്ന വേറെ എന്ത് സൃഷ്ടികൾക്കും അല്ലാതെ ഒരു സ്പെഷ്യാലിറ്റി മനുഷ്യர்களായിട്ട് നമുക്കുണ്ട്. നാം ദൈവത്തിൻ്റെ സ്വന്തം സായലിലും സ്വന്തം രൂപത്തിലും ദൈവത്തിൻ്റെ സ്വന്തം ഇമേജിലെ ഇംഗ്ലീഷിലെ നാം നോക്കുമ്പോൾ ഗാഡ്സ് ക്രിയേറ്റഡ് ഈസ് ഇൻ ഓൺ ഇമേജ്. അപ്പോൾ മനുഷ്യരെ തൻ്റെ സ്വന്തം സായലിൽ സൃഷ്ടിച്ചു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്ന ഒരു വിഷയം, ഞാൻ നിന്നെ നോക്കുമ്പോൾ നിൻ്റെ അപ്പാവിൻ്റെ സായൽ പോലെ നീ ഇരിക്കുന്നത് എന്ന് അനേക സമയം നാം ഒരുവരെ നോക്കുമ്പോൾ പറയാം. ഒരുത്തരുടെ സായൽ ആ കാപ്പി അല്ല അച്ഛൻ അവരെ പോലെ തൻ്റെ മകൻ കാപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്തിൽ നാം ആ പയ്യനെ നോക്കിയിട്ട് என்ன പറയാം, നീ നിങ്ങളെ അപ്പനെ പോലെ ഇരിക്കുന്നു, നിൻ്റെ അപ്പൻ്റെ സ്വഭാവവും മുഖത്തിൻ്റെ സായലും അതേപോലെ ഇരിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യരെ ദൈവത്തെ അവരെ പോലെ സ്വന്തം സായലിലെ ഓൺ ഇമേജായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ മനുഷ്യരെക്കുറിച്ച് അനേകം പറയരുത്. അതിൽ പ്രധാനമായിട്ട് ശരീരത്തെക്കുറിച്ച് പറയരുത്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് ഇരിക്കുന്നത്. ഈ ശരീരത്തെ അശുദ്ധിയായിട്ട് നിങ്ങൾ കെടുക്കുമ്പോൾ ദൈവം നിങ്ങളെ കെടുത്ത് കളയും, നശിനി കളയും. അപ്പോൾ ഈ ശരീരമായിട്ടുള്ള ഈ ആലയത്തെ നശിപ്പിക്കാതെ വിശുദ്ധിയായിട്ട് ഈ ശരീരമായിട്ടുള്ള ആലയത്തെ വിശുദ്ധിയോട് കൂടിയിട്ട് നാം ബുദ്ധിയുള്ള ആരാധന ചെയ്യണമെന്ന് വേദപുസ്തകത്തിലെ നാം നോക്കിയിരിക്കുന്നു. അപ്പോൾ അതേപോലെ ഈ സ്വന്തം ദൈവത്താൽ സൃഷ്ടിച്ച നാം എല്ലാവരും ദൈവത്തിൻ്റെ സായലിൽ ഇരിക്കുന്നതാൽ ദൈവം നമ്മളെ അധികമായിട്ട് സ്നേഹിക്കുന്നത്. ഈ മറ്റ എല്ലാ സൃഷ്ടിപ്പിൻ്റെ കാട്ടിലും മനുഷ്യരെ ദൈവം ഒരു സ്പെഷ്യാലിറ്റിയോട് കൂടെ സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യരുടെ പാപത്തി നിമിത്തം സാത്താൻ്റെ സൂഴ്ചിൻ്റെ നിമിത്തവും എന്നവായി ദൈവവും മനുഷ്യനും ഉള്ള ബന്ധം അറുന്നു പോയി, കട്ടായിട്ട് പോയി, ബന്ധമില്ലാതെ പോയി. അപ്പോൾ ഇതിൻ മുഖാന്തരമായിട്ട് പിതാവാകിയ ദൈവം ഒരു തീരുമാനത്തെ മുൻപേ ചെയ്തു. ഈ ലോക സൃഷ്ടിക്കുന്ന മുൻപിലെ എല്ലാ തീരുമാനത്തെയും ദൈവം ചെയ്തു. അതിലെ ദൈവത്തിട്ടം, ദൈവഗീതം സ്വർഗീയ കുടുംബത്തെയും ഈ ലോകത്തിൻ്റെ കുടുംബത്തെയും ഒന്നായിട്ട് ചേർക്കണം. ഇതേ പുതിയ നിയമത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ യോഹന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ ഒരുത്തരും നശിനി കളയാതെ ദൈവം ദീർഘക്ഷമയോട് കൂടിയിരിക്കുന്നു. എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് പിതാവാകിയ ദൈവം ദീർഘക്ഷമയോട് കൂടി നമുക്ക് വേണ്ടിയിട്ട് വളരെ ദീർഘക്ഷമയോട് കൂടി ഇരിക്കാം. അപ്പോൾ എത്ര വലിയ നല്ല ദൈവത്തെ നാം സ്തുതിച്ച് ആരാധിക്കുന്നത്.
அது மாத்திரமல்ல, இதுவரையிலும் ഇത്രത്തോളം നിങ്ങൾ കർത്താവാകിയ ദൈവത്തെ ദൈവമായിട്ട് സ്വന്തം രക്ഷണയുള്ള ദൈവമായിട്ട് സ്വീകരിക്കാതെ ഇരിക്കുമെങ്കിൽ ഈ ദിവസം ഒരു തീരുമാനമെടുക്കാം. ആ ദൈവത്തോട് കൂടിയുള്ള ബന്ധത്തെ നിങ്ങളെ ദൈവത്തിക്ക് സമർപ്പണത്തോട് സമർപ്പിക്കാം. ദൈവമേ, ഇത്രത്തോളം നിൻ്റെ നാമത്തെക്കുറിച്ചും നിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശ്വാസമല്ലാതെ ദൈവം ഇല്ല എന്ന ഏത്തിയസ്റ്റ് പോലെ ഞാൻ ഇരുന്നു. എങ്കിലും കർത്താവേ, യേശുവേ, നീർ മാത്രമേ ശക്തിയുള്ള ദൈവമായിട്ട് രക്ഷണത്തെ നൽകുന്ന ദൈവമായിട്ട് ഇരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ അടുക്കളയിൽ പോയി നിങ്ങളെ സമർപ്പിക്കാം. ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു അവരുടെ രക്തം കൊണ്ട് നിങ്ങളെ വിശുദ്ധിപ്പെടുത്തി നിങ്ങളെ അവർ സ്വന്തം പുത്രനായിട്ട് സ്വീകരിച്ചു കൊള്ളാം. അപ്പോൾ അതുമാത്രമല്ല, നാം ഈ ദിവസത്തിലെ ദൈവത്തിൻ്റെ ഗീതത്തെ അവർ ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ നമുക്കും ഒരു വാഗ്ദത്തം നൽകാം. നാം ദൈവത്തിക്ക് വേണ്ടി എടുക്കുന്ന പ്രയാസങ്ങൾ അത് വീണായിട്ട് പോകുന്നതല്ല. അത് ചെറിയ കാര്യമായിട്ടിരുന്നാലും അല്ലത് വലിയ കാര്യമായിട്ടിരുന്നാലും ദൈവനാമത്തിക്ക് വേണ്ടിയിട്ട് ദൈവത്തിക്ക് വേണ്ടി നിൽക്കണം. അത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ദൈവത്തിക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യങ്ങളായിട്ടിരുന്നാലും ദൈവം അത് അനുഗ്രഹിക്കാം. അപ്പോൾ ഈ 12 ശിഷ്യന്മാர்கள் കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടിയിട്ട് ദൈവവേലയെ ചെയ്ത ആ 12 ശിഷ്യന്മാர்கள் ഒരു ചോദ്യം ചോദിക്കാം. ദൈവമേ, നാങ്ങൾ എല്ലാം നഷ്ടമെന്ന് വിട്ടിട്ട് വന്നു. തൻ്റെ സ്വന്തം കുടുംബത്തെയും തൻ്റെ അപ്പനും അമ്മയും ഭാര്യയും എല്ലാവരെയും വിട്ടിട്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കളയിലെ പിന്തുടർന്ന സമയത്തിൽ ആ ശിഷ്യന്മാர்கள் ദൈവത്തോട് വെക്കുന്ന ഒരു ചോദ്യം, എങ്ങൾക്ക് ഏത് അനുഗ്രഹം കിട്ടാം? ഇത്ര ഉപദ്രവങ്ങൾ, ഇത്ര കഷ്ടതയിലും നാങ്ങൾ കർത്താവെ നിങ്ങളുടെ അടുക്കളയിൽ തുടർന്ന് വരാം. എങ്ങൾക്ക് അനുഗ്രഹം കിട്ടാമോ എന്ന് ആ ശിഷ്യന്മാர்கள் ചോദിക്കുമ്പോൾ ആ 12 ശിഷ്യന്മാർക്ക് ദൈവം നൽകിன ഒരു ഉത്തരം, നിങ്ങൾ എൻ്റെ നാമത്തിൻ മുഖാന്തരമായിട്ട് എല്ലാ ഉപദ്രവവും സഹിക്കുന്നതാൽ എൻ്റെ വരുകയുടെ സമയം, കർത്താവാകിയ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്തിൽ ഇത് ഒരു വാഗ്ദത്ത വചനമായിട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇതേക്കുറിച്ച് പറയും. ദൈവം യേശു ക്രിസ്തു ശിഷ്യന്മാர்களോട് പറയുന്നത്, 12 സിംഹാസനത്തിലെ എന്നോട് ചേർന്നിട്ട് നിങ്ങൾ മற்றവരെ ന്യായവിധിയിൽ നിർത്തുന്ന അധികാരവും 100 മടങ്ങായിട്ട് അനുഗ്രഹത്തെയും നാം നൽകാൻ പോകുന്നത് എന്ന് ആ കാലത്തിലെ യേശു ക്രിസ്തു ശിഷ്യന്മാர்களോട് പറഞ്ഞു. അത് ആ കാലത്തിലെ മാത്രമല്ല, ഈ നാം ജീവിക്കുന്ന ഈ കാലത്തിലും ആ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകി തരാം. നാം ദൈവത്തിക്ക് വേണ്ടിയിട്ട് അവസാന ഭാഗം വരെയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുന്ന വിധത്തിലും നാം അവസാനത്തോളം വരെയിലും വിട്ടുപോകാതെ അവസാനത്തിലും ഏത് ദുഃഖവും ഏത് പ്രശ്നയും എൻ്റെ ദൈവത്തിലേക്ക് സ്നേഹത്തിലിരുന്ന് എന്നെ പിരിക്കാതെ എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലിരുന്ന് പിരിക്കാതെ എന്നെ അപ്പോസ്തലരായിട്ടുള്ള പൗൽ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ വാഴ്വായിട്ടിരുന്നാലും അല്ലത് സാവായിട്ടിരുന്നാലും അല്ല പശിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിട്ടിരുന്നാലും അല്ലത് എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തിലിരുന്ന് നാം പിരിഞ്ഞ് കളയാതെ ഇരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പിരിഞ്ഞ് കളയാതെ ഇരിക്കുമ്പോൾ പൗൽ അപ്പോസ്തലരായിട്ടുള്ള പൗൽ സംസാരിക്കുന്നത് പോലെ, എൻ്റെ ഓട്ടത്തെ ഞാൻ വിശ്വാസത്തോടു കൂടി ഓടി നല്ല പോരാട്ടം പോരാടി ഞാൻ ഓട്ടത്തെ അവസാനിച്ചു. എനിക്ക് ഈ ദിവസത്തെ തൊട്ട് ദൈവം എനിക്ക് ജീവകിരീടം നൽകാനിരിക്കുന്നത് എന്ന്
പൗൽ സംസാരിച്ചതുപോലെ ആ വിശ്വാസമുള്ള വാക്കായിട്ട് നാം ഓരോരുത്തരും സംസാരിക്കാം. അപ്പോൾ ആ ഏത് നെരുക്കത്തിലും ഏത് പ്രശ്നയിലും ഏത് ബുദ്ധിമുട്ടിലും വിശ്വാസത്തെ വിട്ട് കളയാതെ പിൻവാങ്ങാതെ പിന്നോക്കിട്ട് പോകാതെ നാം ഇരിക്കണം. അവസാന ഭാഗം വരെയിലും നമ്മുടെ രക്ഷണത്തെ നാം കാക്കണം. രക്ഷണ മാത്രമല്ല, ദൈവത്തോടുള്ള ഒരു ബന്ധത്തെ വിട്ട് കളയാതെ വണ്ണം നാം ദൈവത്തെ മുറുകെ പിടിക്കണം. അനേക ഉപദ്രവങ്ങൾ, അനേക കഷ്ടങ്ങൾ, ദൈവമേ എനിക്ക് മാത്രം ഏത് ഈ കഷ്ടങ്ങൾ, എനിക്ക് ഇനി പള്ളി വേണ്ട, ഞാൻ ശനിയാഴ്ച പള്ളിക്ക് പോകാതെ ഇരിക്കും, എനിക്ക് ഭയങ്കര കഷ്ടങ്ങൾ ദൈവമേ, ഞാൻ എത്ര സമയം എത്ര ആഴ്ചകൾ പള്ളിക്ക് പോയി പാട്ട് പാടിയിട്ട് സ്തുതിച്ച് ആരാധിച്ചിട്ട് വീണ്ടുമായിട്ട് വീട്ടിലേക്ക് വരാം, എനിക്ക് മാത്രം ഇത്ര ശോധനകൾ, ഞാൻ എന്ന പാപം ചെയ്ത് ദൈവമേ എന്നെ നാം സംസാരിച്ചാൽ ആ ദിവസം തൊട്ട് നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ ജീവിതത്തെ നാം ഏതെങ്കിലും ഒരു വിഷയത്തിലെ നശിഞ്ഞ് കൊണ്ടിരിക്കുന്നു. യോബുവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ യോബു എല്ലാം ഇഴന്നു പോയി. തൻ്റെ സ്വന്തം ഭാര്യ എന്നെ സംസാരിച്ചു, നീ നിൻ്റെ ദൈവത്തോട് കൂടിയിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കാമോ, എല്ലാം നശിഞ്ഞു കളഞ്ഞല്ലോ, ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ. യോബുവെ നോക്കിയിട്ട് തൻ്റെ സ്വന്തം ഭാര്യ പറയുന്ന ഒരു കാര്യം, യോബു എല്ലാം നശിഞ്ഞു കളഞ്ഞു. ഒരു കഷ്ടതയുള്ള സമയം, ആ സമയത്തിൽ യോബുക്ക് നല്ല ഒരു കഴിക്കണം എന്നുള്ള ഒരു എണ്ണമല്ല, തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നശിഞ്ഞു പോയി, ആടുമാടുകൾ നശിഞ്ഞു പോയി, യോബുവിൻ്റെ കീഴിലുള്ള വേലക്കാരകളെല്ലാം നശിഞ്ഞു പോയി. ആ സമയത്തിലും യോബു ഒരു വാക്ക് പറഞ്ഞു, കർത്തർക്ക് ദൈവം നൽകി ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമത്തിക്ക് സ്തോത്രം. അതുപോലുള്ള ഒരു മനസ്സ് നമുക്ക് അതുപോലുള്ള ഒരു മനസ്സ് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. സാത്താൻ എല്ലാം നശിഞ്ഞു കളഞ്ഞു, യോബുവിൻ്റെ എല്ലാ അനുഗ്രഹവും പോയി. ഇത് നല്ല സമയം, യോബു ദൈവത്തെ ദൂഷിച്ചിട്ട് ജീവനെ വിടുന്ന ആ സമയം. എങ്കിലും യോബു ആ കാര്യത്തിൽ തൻ്റെ വാക്കായിട്ട് ഒരു പാപവും ചെയ്യാതെ ഇരുന്നു. എല്ലാം ദൈവം നൽകി ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമത്തിക്ക് സ്തോത്രം, ദൈവത്തിക്ക് സ്തോത്രം, യോബു പറഞ്ഞ ആ വാക്ക്. അപ്പോൾ നാം നമ്മളുടെ ജീവിതത്തെ ചിന്തിക്കാം. ഒരു പ്രശ്നം വരുന്ന സമയത്തിൽ അയ്യോ എനിക്ക് ഇത്ര കഷ്ടം, വലിയ കഷ്ടം, ഞാൻ ഇനി ചർച്ചയ്ക്ക് പോകുന്നില്ല, ഞാൻ പാട്ട് പാടുന്നില്ല, കൂട്ടായ്മയ്ക്ക് വരുന്നതല്ല, ഞാൻ എത്ര കാര്യങ്ങൾ ദൈവത്തിക്ക് വേണ്ടി ചെയ്തു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ കൈവിട്ടു, എനിക്ക് ഇത്ര കഷ്ടങ്ങൾ വരുന്നു, അയ്യോ എന്നെ നാം അനേക സമയം ഇതുപോലെ പറയാം. അവസാന ഭാഗം വരെയിലും ഏത് പ്രശ്നങ്ങൾ, ഏത് ബുദ്ധിമുട്ടുകൾ നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചാലും നാം കർത്താവിൻ്റെ അടുക്കലെ മുറുകെ പിടിച്ചിരിക്കണം. അതേ വിശ്വാസം, അതേ ഒരു സ്നേഹം, ദൈവത്തിലെ ഇരിക്കുന്ന ഒരു വലിയ സ്നേഹം. ഞാൻ ദൈവത്തെ സ്നേഹിക്കാം, കൽപ്പനകളെ അനുസരിക്കാം. ഒരു പ്രശ്ന, ഒരു ബുദ്ധിമുട്ട്, ഒരു ഉപദ്രവം വരുന്ന സമയത്തിൽ നാം ഇടറലായിട്ട് ദൈവവും വേണ്ട, എനിക്ക് സത്യവും വേണ്ട, എനിക്ക് ദൈവത്തോടുള്ള ബന്ധവും വേണ്ട, നാം വിട്ടിട്ട് പിന്നോക്കിട്ട് പോകുമ്പോൾ സാത്താൻ വളരെ സന്തോഷപ്പെടും, പിശാച് വളരെ സന്തോഷപ്പെടാം, ദൈവം ദുഃഖപ്പെടാം. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്നു. എങ്കിലും അവസാന ഭാഗം വരെയിലും നാം ദൈവത്തെ ഉണർവിനോട് സ്നേഹിക്കാമോ, അല്ല ഈ ലോകത്തിൻ്റെ സമ്പത്തുകൾക്ക് മാത്രം വേണ്ടിയിട്ട് നാം ദൈവത്തെ സ്നേഹിക്കാമോ എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. വചനം പറയുന്നത്, ബൈബിളിലെ നാം ഒരു വചനം അനേക സമയം പഠിച്ചിരിക്കാം. ഈ ലോകത്തിൻ്റെ സമ്പത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം നാം ദൈവത്തിൻ്റെ അടുക്കലിലെ നാം ചെല്ലുவோമെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ പരിതപിക്കുന്ന ജീവിതമായിട്ട് മാറും. ഈ ലോകത്തിൻ്റെ ജീവിതത്തിക്ക് വേണ്ടിയിട്ട് മാത്രം നാം ദൈവത്തിൻ്റെ അടുക്കലിലെ പോവുമെങ്കിൽ അത് വളരെ പരിതപിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നാം ദൈവത്തെ നോക്ക വേണ്ട.
നമുക്ക് ഇന്നൊരു ജീവിതമുണ്ട്. സ്വർഗരാജ്യം, ആ നിത്യരാജ്യം, ആ ദൈവത്തിൻ്റെ അരസാംഗത്തിലെ, ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിലെ നമുക്ക് നിത്യനിത്യമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ നോക്കി നാം നമ്മുടെ യാത്ര ചെല്ലണം. അതുക്ക് വേണ്ടിയിട്ട് നാം ഈ ലോകത്തെ വെറുത്ത് ആ സ്വർഗരാജ്യത്തിലെ നാം ചേരുന്ന ആ ഭാഗ്യം, ആ സന്തോഷത്തെ നാം ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തെ നാം തികച്ച് കളയണം. നാം ലോകത്തെ തികച്ച് കളയാത്തതാൽ സാത്താൻ അനേക ചിന്തകളെ, ഈ ലോകത്തിൻ്റെ ചിന്തകളെ നമ്മളുടെ മനസ്സിലെ കൊണ്ടുവന്ന് നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലെ അനേക സമയം നാം പോകുമ്പോൾ നാം ഒരു കാര്യത്തെ ചിന്തിക്കാതെ പോകരുത്. ദൈവത്തിൻ്റെ രാജ്യവും അവരുടെ നീതിയും നാം ചിന്തിക്കാതെ പോകരുത്. വചനം സംസാരിക്കാം. ഫസ്റ്റ് നാം ദൈവത്തിൻ്റെ രാജ്യവും അവരുടെ നീതിയും നാം നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഇരിക്കുന്ന എല്ലാ അനുഗ്രഹവും ദൈവം നമുക്ക് നൽകി തരാമെന്ന് ഒരു വാഗ്ദത്തം നമുക്ക് ബൈബിളിലെ ഉണ്ട്. ആ അനേക സമയം നാം മற்றവരെക്കുറിച്ച്, മற்றവർ നന്നായിട്ട് ഇരിക്കുന്നതെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ നന്നായിട്ടിരിക്കുന്നു, നല്ല വീട് കിട്ടി, നല്ല കാർ വാങ്ങി, എനിക്ക് മാത്രം ഒന്നും അല്ല, ഞാൻ എത്ര സമയം ദൈവത്തെ നോക്കാം, ദൈവം നമുക്ക് മാത്രം ഒരു അനുഗ്രഹവും കൊടുക്കുന്നില്ല, എത്ര കഷ്ടം. അവൻ ദൈവത്തെ നോക്കാതെ ഇരിക്കാം. നമ്മുടെ റിലേറ്റീവെ കുറിച്ച് നാം പറയുന്ന വിഷയത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പക്കത്ത് റിലേറ്റീവ് നന്നായിട്ട് ജീവിക്കുന്ന സമയത്തിൽ നമുക്കൊരു അസൂയ മനസ്സ് വന്നിട്ട് പോകുന്നു. അസൂയമുള്ള മനസ്സ് നമുക്ക് വരണം? നമ്മുടെ ഇരിക്കുന്ന ജീവിതത്തിൽ നാം തൃപ്തിയായിട്ട്, സാറ്റിസ്ഫാക്ഷനായിട്ട് ജീവിച്ചിട്ട് പോകാം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നോക്കുമ്പോൾ പിറകെ നമുക്ക് എല്ലാം കിട്ടും. ഈ ലോകത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ ദൈവം അതെ നമുക്ക് കൂട്ടി നൽകും. അതേക്കുറിച്ച് നമുക്ക് ഒരു വിഷമവും വേണ്ട. കാരണം നമ്മുടെ ജീവിതം ഈ ലോകത്തിലുള്ള നിരന്തര ജീവിതമല്ല. നാം ഈ ലോകത്താർ മാറുമല്ല. ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ചിന്തയുമല്ല. നമ്മളുടെ ചിന്തയെല്ലാം കർത്താവാകിയ ക്രിസ്തുവിനെ കുറിച്ച ചിന്തയായിട്ട് ഇരിക്കുന്നത്. അത് മാത്രമല്ല, നാം എല്ലാവരും സ്വർഗീയ കുടുംബത്തിന് ഇരിക്കുന്ന ഒരു മെമ്പറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ദിവസം തീരുമാനിക്കുക, ഈ മാർച്ച് മാസം, പുതിയ മാസത്തിലെ ദൈവഗീതത്തെ നാം നിറവേറ്റാമോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള ഗീതത്തെ നോക്കിക്കൊണ്ടിരിക്കാമോ? അനേക സമയം ദൈവമേ, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു, പാട്ട് പാടുമ്പോൾ നല്ല ഗാനങ്ങൾ പാടാം, എങ്കിലും മനസ്സിനായിട്ട് നാം ദൈവത്തിനോട് ജീവിക്കാമോ? ഉണർവിൻ്റെ ജീവിതത്തോട് നമ്മുടെ ജീവിതം ഇരിക്കാമോ എന്ന് നാം ചിന്തിച്ചുകൊണ്ട് ഈ ദിവസത്തിലെ നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഈ മാർച്ച് മാസത്തിലിരുന്ന് ഒരു പുതിയ ആരംഭമായിട്ട് നാം ആരംഭിക്കാം. ഈ തിരുവചന ഭാഗം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.